എന്താ വെച്ചാൽ തൂക്കം ശരിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കഷ്ണം മീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തൂക്കം ശരിയാക്കാൻ വേണ്ടി കുറച്ച് മീനേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മത്തിയേ ഉള്ളൂ, മത്തി കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ഒരു കഷ്ണം 1/2 കിലോ മീനിനുള്ള സംഭവമാണ് ഉണ്ടാക്കിയത്, അതിലേക്കുള്ള കറി. അപ്പോൾ മീൻ നേരെയൊക്കെ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തൂക്കം ശരിയാക്കാൻ വേണ്ടി ഇട്ടതാണ് പറഞ്ഞു. അപ്പം ഞാൻ ഏതായാലും വെച്ചില്ലേ, അപ്പോൾ കുറച്ച് കറി ഇങ്ങോട്ട് മുക്കി വെച്ചു വെള്ളമാക്കി ആയപ്പോൾ. മാങ്ങയും പുളിയാണ്. അപ്പോൾ ആ മാങ്ങ വെന്ത് നല്ല കേട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മീൻ അതിൽ കുറച്ച് മത്തിയുള്ളൂ. അപ്പോൾ അത് മത്തി അതിലിടുന്നു. മത്തി അതിലിട്ടു, അതന്നെ ഉള്ളൂ, അതതിലിട്ടു. അപ്പം ഇതാ അടുപ്പത്ത് കുറച്ച് വെള്ളത്തിൽ ഒരു സൈഡിലെടുക്കാന്നുള്ളൊരു രൂപത്തിൽ മത്തി കറി കുറച്ച് വെള്ളത്തിലിട്ട് ആ മാങ്ങയുടെയും തക്കാളി ഞാൻ ഇട്ടു. അപ്പോൾ പച്ചമുളകിൻ്റെയും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല. കുറച്ച് ഉള്ളി ചതച്ചിട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി. ഉപ്പിട്ടു. നല്ല കറിയായിട്ട് വരുന്നുണ്ട്. പഴയ മാങ്ങാപ്പുളി, മത്തി മാങ്ങ ഇട്ട് വെച്ചത്. കുറച്ചുള്ളൂ കേട്ടോ വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാൻ. അത് അപ്പോൾ ആയി. അതുകൊണ്ട് ഞാനത് ഇറക്കി വയ്ക്കുകയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടുന്നുണ്ട് കേട്ടോ. ശരി, അതായി. മത്തി മാങ്ങട്ട് മുളകിട്ടതാണ്, മാങ്ങട്ട് വെച്ചതാണ്. അപ്പം അത് അറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അപ്പം നമ്മുടേത് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. മാങ്ങട്ടിട്ട് മത്തി എപ്പോഴും ഒരുപാട് വെള്ളത്തിൽ വെക്കരുത്. മാങ്ങട്ട് വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒരു തക്കാളിയും ചെറിയ ഉള്ളി ചതച്ചിടുക, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നല്ല വറ്റിച്ച് കുറച്ച് വെള്ളത്തിൽ ഉണ്ടാക്കുക. കുറേ മീനിടരുത്. കുറേ മീനിട്ടാൽ അത് ചവക്കൂട്ടാൻ പോലെയാവുള്ളൂ. കുറച്ച് മീനിടുക. എന്നിട്ട് അത് ഇങ്ങനെ നല്ല കറിയാകുമ്പോൾ കുറച്ച് മതി നമുക്ക് ഊണ് കഴിക്കണമെങ്കിൽ. ഒരുപാട് വെള്ളം പോലെ ഒഴിച്ചാൽ അത് ചോറിലൊഴിച്ചാൽ കാണില്ല. ചോറിലൊഴിച്ചാൽ ചോറിൻ്റെ മുകളിൽ കറി കാണണ്ടേ, കാണില്ല. അത് വെള്ളമായിട്ട് പോവും. ഇലയിലാണെങ്കിൽ ഒഴുകി പോവും, അല്ലെങ്കിൽ പ്ലേറ്റിലാണെങ്കിൽ ചോറിൽ കാണില്ല, ചോറിൻ്റെ മുകളിൽ കാണില്ല. അവിടുത്തെ അമ്മ പറയും മീൻ കൂടിയിട്ട് കാര്യമില്ല, അത് വെച്ചാൽ കുറച്ച് വെച്ച് നേരെയാവണം. മീൻ കൂടുതലായാൽ ചക്കക്കൂട്ടാൻ പോലെയാവുള്ളൂ. അപ്പോൾ കറി കുറച്ച് എത്ര ആൾക്ക് നമ്മൾ കഴിക്കണം വെച്ചാൽ അത്രയുള്ള മീനെ ഇടാൻ പാടുള്ളൂ. ഒരുപാട് മീൻ കൊണ്ടുപോയിട്ട് ഇടരുത്. പിന്നെ അതുമല്ല, നമ്മൾ കലക്കി വെച്ചിട്ട് കുറേ മസാലയൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ട് 2 മീൻ കൊണ്ടിട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ആ മല്ലിയുടെ ഒരു കുത്ത് വരും, മുളകിൻ്റെ എരിവ് കൂടുതലായി വരും. അപ്പോൾ അതൊന്നല്ല, നമുക്ക് ആവശ്യമുള്ള കറി വെക്കുക. ഒരുപാട് വെള്ളത്തിൽ വെക്കുന്നതൊക്കെ നല്ലതാണ്. കുറച്ച് വെച്ച് കുറേശ്ശെ കറി കൂട്ടി ഊണ് വയ്ക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു സ്വാദും ഒക്കെ വേറെ. എന്താണെന്നൊന്നും എനിക്കറിയില്ല. കണ്ടവരും ഞാൻ കണ്ടിരുന്നവരും ഞാൻ പരിചയപ്പെട്ടിരുന്നവരും പെടാത്തവരും ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ കണ്ടിരുന്നവർ ഇത് കേൾക്കാതിരിക്കാം, അറിയാതിരിക്കാം. കാണാത്തവരുണ്ടല്ലോ, എന്നെ കാണാത്തവരുണ്ട്. എനിക്ക് കാണാത്തവരും ഉണ്ടാവും, കണ്ടവരും ഉണ്ടാവും, ഇനി പരിചയപ്പെടാനുള്ളവരും ഉണ്ടാവും. എവിടെ എങ്ങനെ വെച്ച് കാണുമെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല, കാണാൻ പറ്റുമെന്നും അറിയില്ല. അപ്പോൾ ശരി, ബായ്.